നാരായണീയം ദശകം 14 കപിലാവതാരം 2-ാമത്തെ ശ്ലോകം. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാചാ ധൃതസർഗരസോസി നിസർഗരമ്യം ഭഗവം സ്ത്വാമയുധം സമാസിഷേവേ. ഇതിൽ സമയേ ഖലു തത്ര 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 സമയേ ഖലു ആ സമയത്ത് തന്നെ, തത്ര ആ സമയത്ത് തന്നെ, ഖലു തന്നെ, തത്ര കർദമാഖ്യോ കർദമൻ എന്നു പേരുള്ള കർദമ പ്രജാപതി, കർദമൻ എന്നു പേരുള്ള ആ കർദമ പ്രജാപതി ദുഹിണച്ഛായ ഭവസ്തദീയ വാച ആ ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ സ്തദീയ വാച ആ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നുണ്ടായ ആ കർദമൻ ആ ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് പോയി സൃഷ്ടി നടത്തൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞിരുന്നു. അപ്പോൾ സൃഷ്ടിയിൽ താല്പര്യമുണ്ടായി. ധൃതസർഗരസോ നിസർഗരമ്യം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാൽ തന്നെ അല്ലെങ്കിൽ ജന്മനാ തന്നെ സുന്ദരമൂർത്തിയായ ഭഗവം സ്ത്വാം നിന്തിരുവടിയെ 10,000 കൊല്ലം ആയുധ 10,000 സമഹ കൊല്ലം സിഷേവേ 10,000 കൊല്ലം തപസ്സു ചെയ്തു. ഭഗവാന്റെ പ്രീതി കിട്ടാൻ വേണ്ടി എന്ന് വെച്ചാൽ ഭഗവാന്റെ പ്രീതി കിട്ടിയാലേ നല്ല മക്കളുണ്ടാകുമെന്ന് ഉണ്ടാകൂ എന്ന് കേട്ടിട്ട് ആ നല്ല മക്കളുണ്ടാകാൻ വേണ്ടി 10,000 കൊല്ലം തപസ്സു ചെയ്തു എന്നാണ് ഈ 4 വരിയിലും ആ മേൽപ്പത്തൂർ പറയുന്നത്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തണം എന്ന് പറഞ്ഞപ്പോൾ കർദമ പ്രജാപതി സമ്മതിച്ചു. പക്ഷേ സൃഷ്ടി നടത്തുന്നതിന് മുൻപേ ഭഗവത് പ്രീതി നേടിയിട്ടേ സൃഷ്ടി നടത്തൂ എന്ന് പറഞ്ഞു. എന്നാലേ നല്ല സന്താനങ്ങൾ ഉണ്ടാകൂ എന്നാണ് ഇതിൽ പറയുന്നത്. തത്ര സമയേ ഖലു ആ സമയം തന്നെ കർദമാഖ്യോ കർദമൻ എന്നു പേരുള്ള ദുർഹിണച്ഛായ ഭവ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നുണ്ടായ തദീയ വാച ആ ബ്രഹ്മാവിൻ്റെ വാക്കു കേട്ടിട്ട് ധൃതസർഗരസോ സൃഷ്ടിയിൽ തൽപരനായിട്ട് ഹേ ഭഗവൻ അല്ലയോ ഭഗവാനെ ത്വം നിന്തിരുവടിയെ 10,000 കൊല്ലം തപസ്സു ചെയ്തു നല്ല പുത്രന്മാരുണ്ടാകാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്ത്വാമയുധം സമാസിഷേവേ. ഹരി ഓം.